ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നോക്കുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കൊല്ലം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിസം പാനലിലെ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് 26-ന് വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ജില്ലയിൽ ഒരു സബ് എഡിറ്റർ, ഒരു കണ്ടന്റ് എഡിറ്റർ, 2 ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ജേർണലിസം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദവുമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദവും ജേർണലിസം ഡിപ്ലോമയുമാണ്. സബ് എഡിറ്റർ തസ്തികയിലേക്ക് യോഗ്യത വരുന്നത് ജേർണലിസം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദവും ജേർണലിസം ഡിപ്ലോമയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. കണ്ടന്റ് എഡിറ്റർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് വീഡിയോ എഡിറ്റിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും തിരിച്ചറിയൽ രേഖയുമായി ഓഗസ്റ്റ് 26-ന് രാവിലെ 11 മണിക്ക് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ഗവൺമെൻറ് ITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ ബിടെക്കും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്, അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ NTC NIC 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും 2 സഹിതം ഓഗസ്റ്റ് 29-ന് രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമിയുടെ കോട്ടയം വെള്ളാവൂർ സബ് സെന്ററിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ കോർഡിനേറ്റർ കം ക്ലർക്ക് നിയമനത്തിന് ആഗസ്റ്റ് 30-ന് രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ കോട്ടയം വെള്ളാവൂർ സബ് സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഹിയറിംഗ് ഇംപേർഡ് ബാച്ചിൽ ഗസ്റ്റ് ഇന്റർപ്രിറ്റർ തസ്തിക 2025-26 അധ്യയന വർഷത്തേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. MSW അല്ലെങ്കിൽ MA സൈക്കോളജി അല്ലെങ്കിൽ MA സോഷ്യോളജിയും ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ഡിപ്ലോമയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ആഗസ്റ്റ് 26-ന് രാവിലെ 10 മണിക്ക് സ്ഥാപന മേധാവി മുൻപാകെ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ കം മെസ് സൂപ്പർവൈസർ വനിതാ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് 27/8/2025-ന് രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിസ്ഥാന യോഗ്യതകൾ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഇരുചക്ര വാഹന ലൈസൻസും ഉണ്ടായിരിക്കണം. അടുത്തത് കണ്ണൂർ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിൽ ഹെൽപ്പർ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ആഗസ്റ്റ് 27-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് KDISCന്റെ സഹകരണത്തോടെ ആനക്കല്ല് GTWHS, ഷോളിയാർ GTWHS സ്കൂളുകളിൽ പ്രൈമറി വിഭാഗത്തിൽ നടപ്പിലാക്കുന്ന മഞ്ചാടി ടീച്ച് മാത്സ് ഫോർ കേരള, മഴവില്ല് ടീച്ച് സയൻസ് ഫോർ കേരള തുടങ്ങിയ പദ്ധതികളിലേക്ക് മദർ ആനിമേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. ഗണിതത്തിൽ ബിരുദ യോഗ്യതയുള്ളവർക്ക് മഞ്ചാടിയിലേക്കും ശാസ്ത്രം ബിരുദമുള്ളവർക്ക് മഴവില്ലിലേക്കും അഗളി, പാലക്കാട് ബ്ലോക്കുകളിലുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ 2 വിദ്യാലയത്തിൻ്റെയും 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഷോളയൂർ GTWHS സ്കൂളിലേക്ക് അഭിമുഖം മണ്ണാർക്കാട് DEO ഓഫീസിലും ആനക്കല്ല് GTWHS സ്കൂളിലേക്കുള്ള അഭിമുഖം ജില്ലാ പഞ്ചായത്തിലുമായിരിക്കും നടക്കുക. താല്പര്യമുള്ളവർ ആഗസ്റ്റ് 30-ന് രാവിലെ 10:30-ന് സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ വാത്സല്യ പദ്ധതിക്ക് കീഴിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OVRC പദ്ധതിയുടെ ഭാഗമായി 2025-26 അധ്യയന വർഷത്തേക്ക് ജില്ലയിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ ക്ലാസുകൾ നയിക്കുന്നതിനായുള്ള പരിശീലകരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്.
ബിരുദാനന്തര ബിരുദവും കുട്ടികളുടെ മേഖലയിലും പരിശീലന മേഖലയിലും പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ബിരുദവും കുട്ടികളുടെ മേഖലയിൽ 2 വർഷത്തിൽ കുറഞ്ഞ പ്രവൃത്തി പരിചയവും പരിശീലന മേഖലയിലെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകർ ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. താൽപ്പര്യമുള്ളവർ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, താമസിക്കുന്ന സ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, മുനിസിപ്പൽ കോംപ്ലക്സ് സെൻ റോഡ്, പാലക്കാട് 678-001 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 2 നേരിട്ടോ തപാൽ മുഖേനയോ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.